നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുന്നു. UAE-യിലാണ് ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു. 4 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണ ശ്രമം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഫുജൈറയിൽ തീപിടുത്തമുണ്ടായി. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ആക്രമണത്തെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. അതിനിടെയാണ് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും വേണ്ടി വന്നാൽ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുമെന്നുമുള്ള മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. BV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, വീണ്ടും ഒരു ഭീതിയുടെ ആശങ്കയിലേക്ക് പശ്ചിമേഷ്യ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇറാൻ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യം UAE-യിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു. 12 ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും പ്രയോഗിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം? പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായി വീണ്ടും രംഗത്തെത്തുമ്പോൾ ഒരു ശക്തമായ ഒരു കടുത്ത ആക്രമണത്തിൻ്റെ അവസ്ഥയാണോ നിലവിലുള്ളത്? ഗൾഫ് മേഖല വീണ്ടും അശാന്തമാവുകയാണ്. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് മലയാളി സമൂഹം കൂടുതൽ കഴിയുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഒരു തുടക്കമുണ്ടായിരിക്കുന്നത്. ഫുജൈറയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്നു. മലയാളികളടക്കം ധാരാളം ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുണ്ടായി. ദുബായിലടക്കം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് ആ ജാഗ്രതാ മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിൽ പോലും ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. അവിടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഓൺലൈനിലേക്ക് അവരുടെ സംവിധാനം മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിൽ പോകാതെ വീടുകളിൽ ഇരുന്ന് തന്നെ പഠിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. അതായത് കാര്യങ്ങൾ അത്ര നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. കാരണം വെടിനിർത്തൽ ഏപ്രിൽ 18 വെടിനിർത്തൽ ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷവും പലപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഹോർമുസ് കേന്ദ്രീകരിച്ചുള്ള ഒരു തർക്കത്തിലേക്ക് തന്നെയാണ് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിയിട്ടുള്ളത്. അവിടെ സർവാധിപത്യം സ്ഥാപിക്കുക എന്ന താല്പര്യത്തോടു കൂടി അമേരിക്ക നിൽക്കുന്നു. എന്നാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ഇറാന് നിൽക്കുന്നു. ഇതാദ്യം തുടങ്ങുന്നത് ഈ തീവ്രവാദ ശക്തികൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്ന ഇസ്രായേലിൻ്റെ ആരോപണവും അങ്ങനെ ഈ ആണവ ശക്തിയാകാതെ ഇറാനെ മാറ്റി നിർത്തുക അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി അമേരിക്ക യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഹോർമൂസിലേക്കാണ്. അവിടെ പൂർണ്ണമായ കപ്പൽ സഞ്ചാരം സാധ്യമാക്കുന്ന ദൗത്യം അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രത്യേക പദ്ധതി അവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. US ഭടന്മാർ ഏതാണ്ട് 5000-ഓളം പേരാണ് ഹോർമൂസിന് സമീപമായി ഉള്ളത്. ഇന്നലെ 2 അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമൂസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പരസ്പരം വെടിയുതിർക്കുന്നുണ്ട്. റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പടക്കപ്പലിലേക്ക് 2 ഡ്രോണുകൾ അയച്ചു എന്ന അവകാശവാദം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. ഇറാൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് അവർ പറയുന്നു. ഇറാനാകട്ടെ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ചർച്ച നടക്കുന്നത്. പക്ഷേ ഇതുവരെ അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ ഒന്നും തന്നെ അവർ മുഖവിലേക്കെടുക്കുന്നില്ല. മാത്രമല്ല 14 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെബനനിലേക്ക് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ്. ഹോർമൂസിൽ അവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യവും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ സമ്മതിച്ച് കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. ഇതിനിടയിലാണ് ഇപ്പോൾ UAE-യിലേക്ക് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഫുജൈറയിൽ തീപിടുത്തമുണ്ടാകുന്നു. അതിനുശേഷം ഒമാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇനി മറ്റ് രാജ്യങ്ങളെ കൂടി ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ മുഴക്കുകയാണ്. ഖത്തറും കുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയാണ്. മാത്രമല്ല ഇപ്പോൾ 6000 ടൺ ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുകയും ചെയ്തു. അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് ഒരു വലിയ തുക എപ്പോഴും മാറ്റിവെക്കുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്നതിനാണ്. അത് പണമായല്ല നൽകുന്നത്, മറിച്ച് ആയുധമായാണ് നൽകുന്നത്. അങ്ങനെ 6000 ടൺ ആയുധം പുതുതായി ഏറ്റവും ഒടുവിൽ നൽകുന്നു. ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് അവർ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. ഈ ആയുധ കച്ചവടം നടക്കുന്നു. $7 ബില്യൺ ആയുധ ഇടപാട്
ഗൾഫ് രാജ്യങ്ങളുമായി നടത്തുന്നുണ്ട്. അത് കുവൈറ്റും ഖത്തറും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളുമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക ആയുധ ഇടപാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ ഭീമമായ ആയുധ കച്ചവടം നടക്കുമ്പോൾ അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമല്ല എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ആക്രമണത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നത്, ആശങ്കപ്പെടുത്തുന്ന നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ മലയാളികളടക്കം നിരവധി പേർ കഴിയുന്ന പ്രദേശങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത്. 15 മിസൈലുകളാണ്, അത് ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ ക്രൂയിസ് മിസൈലുകളും അടക്കമുള്ളവ 15 മിസൈലുകൾ UAE-യിലേക്ക് അയക്കുന്ന നിലയുണ്ടായി. പലതും നിർവീര്യമാക്കിയെങ്കിലും മറ്റു പലതും അവിടെ സ്ഫോടനം ഉണ്ടാക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ആ തരത്തിലുള്ള ഒരു ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന് നേരെ നടന്ന വെടിവയ്പ്പാണ്. ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി അമേരിക്കയിലും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് JD വാൻസിൻ്റെ വാഹനം കടന്നുപോയി ഒരല്പം കഴിയുമ്പോഴാണ് ഈ വെടിവയ്പ്പ് ഉണ്ടാകുന്നത്. അവിടെ സ്വാഭാവികമായി വൈസ് പ്രസിഡന്റിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപ് അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കിയത്. ആ സൽക്കാരം നടക്കുന്നതിനിടയിൽ അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് അവരെ മാറ്റുകയായിരുന്നു. ആ സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വെടിവയ്പ് ഉണ്ടാകുമ്പോഴും രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നത് JD വാൻസിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ JD വാൻസിനെ ലക്ഷ്യം വയ്ക്കുന്നോ എന്ന ഒരു സംശയം വരുന്നുണ്ട്. കാരണം ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിച്ചാൽ എപ്പോഴും പ്രകോപനപരമായി സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. JD വാൻസ് ആകട്ടെ കാര്യങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇസ്ലാമാബാദ് അതാണോ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനമാണോ ഇറാനെ വീണ്ടും ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അമേരിക്ക പല പദ്ധതികളും പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇറാനുമേൽ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ഇറാനെ ഭൂമുഖത്തും തന്നെ ഇല്ലാതാക്കും. നിലവിൽ അമേരിക്കൻ നാവികസേന നടത്തുന്ന നീക്കങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനമാണോ, പ്രസ്താവനകളാണോ ഇറാനെ പ്രകോപിപ്പിക്കുന്നത്? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലേ? ഇറാൻ കൂടുതൽ രാജ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ളൊരു ആക്രമണം നടത്താനുള്ള സാധ്യതയില്ലേ? ടോം, ഇത് ഫെബ്രുവരി മുതലാണ് ഈ ആക്രമണങ്ങളുടെ പരമ്പര ആദ്യം തുടങ്ങുന്നത്. ഫെബ്രുവരിയിൽ ആക്രമണങ്ങൾ തുടങ്ങുന്നു. തുടക്കത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമനേയി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു. അങ്ങനെ അവരുടെ 12ഓളം പ്രധാനപ്പെട്ട നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ വാക്പോര് പലപ്പോഴും അതിരൂക്ഷമായാണ് മുന്നോട്ട് പോയത്. മുസ്തഫ ഖമനേയി പിന്നീട് പരമാധികാരിയായി എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ പ്രകോപനപരമായ പ്രസ്താവനകളുണ്ടായി. പക്ഷേ സമാന്തരമായി ഈ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ തുർക്കി ഇടപെട്ടിരുന്നു, ഇന്ത്യ ഇടപെട്ടിരുന്നു, റഷ്യ ഇടപെട്ടിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികൾ 2 തവണ ചർച്ച നടത്തിയത്. പക്ഷേ അതൊക്കെ തന്നെ ഫലവത്താകുന്ന നിലയിലേക്ക് എത്തിയില്ല. കാരണം പ്രധാനമായും ഈ ഹോർമൂസിൽ തട്ടിയാണ് ഈ ചർച്ചകൾ പരാജയപ്പെടുന്നത്. അവിടെ ഉയർന്ന ഒരു ആരോപണം ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഹോർമൂസാണ്. അവിടുത്തെ ഒരു ലാഭം തന്നെയാണ് ട്രംപ് മുന്നിൽ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന തന്നെ ഫ്ലോറിഡയിൽ അദ്ദേഹം നടത്തിയ പൊതുറാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇപ്പോൾ ഒരു കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുകയാണ്. അതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുകയാണ്. അതായത് ഇറാൻ്റെ കപ്പലുകൾ തടയുന്നു, അതിൽ നിന്ന് കാർഗോ എടുക്കുന്നു, മറ്റ് സാധനങ്ങളും ഓയിലും എടുക്കുന്നു, അതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ ഒരു കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുക അങ്ങനെ ഒരു സംഘത്തെ പോലെ പെരുമാറുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ വന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഹോർമൂസിൽ എത്രമാത്രമാണ് അമേരിക്ക കണ്ണുവെക്കുന്നത് എന്നത്. ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു തിരിച്ചടിയുമായി മുന്നോട്ട് പോകുന്നതും. അമേരിക്കയെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ സൈന്യത്തെ ആക്രമിക്കുക, അവരുടെ കപ്പലുകൾ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് സഹായം ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരുക എന്നതാണ്. ഒരു വെടിനിർത്തൽ ഉണ്ടായതാണ്, ഏപ്രിൽ 18-ന് ശേഷം വെടിനിർത്തലുണ്ടായി. പലപ്പോഴും അതിനുശേഷം ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ലെബനനിലേക്കൊക്കെ ഉള്ള ആക്രമണം ഇസ്രായേൽ കുറയ്ക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു, പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു.
അങ്ങനെ ഈ മനുഷ്യജീവനുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിന് മാറ്റം വന്നിരുന്നു. ആൾനാശവും അങ്ങനെയുള്ള വസ്തുക്കളുടെ നാശവും ഒക്കെ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ സ്ഥിതി വ്യത്യസ്തമായിരിക്കുന്നു. ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഹോർമുസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ്റെ ഒരു കപ്പലും സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ഏതാണ്ട് വിവിധ രാജ്യങ്ങളുടെ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ കഴിഞ്ഞ ദിവസം കടന്നു പോകാൻ നോക്കിയിരുന്നു. 300ഓളം കപ്പലുകളാണ് ഇപ്പോഴും ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യയുടെ കപ്പലുകളും അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഹോർമുസിൽ നിന്ന് കടന്നു വരാൻ പറ്റാത്ത കപ്പലുകൾ ഇപ്പോഴുമുണ്ട്. ഈ കപ്പലുകളൊക്കെ തന്നെ സുഗമമായി പുറത്തേക്ക് പോകുന്നതിന് പ്രത്യേക പദ്ധതി അമേരിക്ക ആസൂത്രണം ചെയ്തു. അത് യുദ്ധമാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു നാവിക യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കരയുദ്ധമായി മാറുമോ എന്ന ആശങ്കകൾ പോലും നിലനിൽക്കുന്നുണ്ട്. കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരയുദ്ധം വേണമെന്ന ആവശ്യമാണ് നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ലോകത്തിനാകെ ആവശ്യമായ എണ്ണയുടെ 5-1 കടന്നു വരുന്നത് ഹോർമുസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ അവരുടെ രാജ്യത്ത് അവലോകന യോഗങ്ങളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഒരു വിശദീകരണം വന്നത് 7 ദിവസത്തെ ഇന്ധനം മാത്രമാണ് അവിടെ ആ രാജ്യത്ത് അവശേഷിക്കുന്നത്, പ്രതിസന്ധിയിലാണ്. അതേസമയം ഇന്ത്യ അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് 70 ദിവസത്തിലധികമുള്ള ആവശ്യത്തിനുള്ള ഇന്ധനം നമ്മുടെ രാജ്യത്തുണ്ട്. കഴിഞ്ഞ ദിവസവും 45,000 ടൺ LPG. തീർച്ചയായും, കാരണം ഈ യുദ്ധം ഇപ്പോൾ 2 മാസത്തിലധികമായി നീണ്ടുപോകുന്നു. ഇത്രയധികം യുദ്ധം നീളുമെന്ന് ലോകരാജ്യങ്ങൾ പോലും കരുതിയതല്ല. കാരണം അതിവേഗത്തിൽ തന്നെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. ഇത് ഏത് രീതിയിലാണ് മറ്റു രാജ്യങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യം, പാകിസ്ഥാനിൽ ഇന്ധനം വലിയ രീതിയിൽ ഇന്ധനത്തിൻ്റെ ദൗർലഭ്യം അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, വിലക്കയറ്റം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വിനോദ്, ഇവിടെ പാചകവാതകത്തിൻ്റെ വില വർധന, രൂപയുടെ മൂല്യത്തിൻ്റെ തകർച്ച, അതോടൊപ്പം മറ്റു വിപണികളുടെ ഇടിവ്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം. വരും ദിവസങ്ങളിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ വലിയ പ്രതിസന്ധികളുണ്ടാകും. അതിനിടെ UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. US ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഈ നീക്കം, അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു സമവായ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അനുനയ ചർച്ചയ്ക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുൻകൈ എടുക്കുമോ? ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണിപ്പോൾ? ടോം, ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ കരുതൽ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ 70 ദിവസത്തെ കരുതൽ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴുള്ള സംഘർഷം, അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഘർഷം, UAE-യിലേക്ക് നടത്തിയ ആക്രമണം, അബുദാബിയുടെ കപ്പലിന് നേരെ 2 ഡ്രോണുകൾ കൂടി ഇറാൻ അയച്ചു. അതിൽ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് UAE-യിൽ മാത്രമായി ഈ ആക്രമണം ഒതുങ്ങില്ല. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ മുഴുവൻ ഈ ആക്രമണം ഉണ്ടാകും. നമുക്ക് നമ്മുടെ ജനങ്ങൾ അവിടെ കഴിയുന്നു എന്ന ഏറ്റവും വലിയ ആശങ്ക. അതോടൊപ്പം തന്നെയാണ് സാമ്പത്തികമായി രാജ്യം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി ഒരു വശത്തു കൂടി ഉണ്ട്. കാരണം ഇന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ക്രൂഡ് വിലയിൽ 5% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എണ്ണ വില ഗണ്യമായി ഉയരും ഈ സംഘർഷം തുടർന്നാൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ, പല സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ ഇന്ധനവില കാര്യമായി വർദ്ധിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 1000 രൂപയോളം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അത് പെട്രോളിനും ഡീസലിനും ഉള്ള വില വർധന, അത് എണ്ണ കമ്പനികളുടെ ശുപാർശയുണ്ട്, അത് പരിഗണനയിലുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലുള്ള കാര്യമാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും പെട്രോളിനും ഡീസലിനും വില കൂടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. മറ്റൊന്ന് ടോം ചോദിച്ചത് ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളാണ്. കുറി നമ്മുടെ രാജ്യം ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അത് ഇറാൻ്റെ പക്കലുള്ള യുറേനിയം, അത് തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന കാര്യം റഷ്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വഴങ്ങുന്നില്ല ഇറാൻ എന്നത് തന്നെയാണ്. അവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദവും അങ്ങനെ ഇല്ല. പക്ഷേ ഒരു ഉപാധി എന്ന നിലയിൽ, ഈ പ്രശ്നപരിഹാരം എന്ന നിലയിൽ റഷ്യ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് ഈ യുറേനിയം തിരികെ എടുക്കാം എന്നത്. പക്ഷേ
ഒരു ആണവ രാജ്യമാകാനോ അല്ലയോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണമില്ല. പക്ഷെ അവർ പറയുന്നത് ഊർജാവശ്യത്തിന് വേണ്ടി ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, അങ്ങനെ ഒരു ആണവ ശക്തിയാകാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ പോകുന്നു, അല്ലാതെ അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഇതെന്ന് ഇറാൻ പറയുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയിൽ വരുന്നത് എന്തുകൊണ്ട് ഇറാന് ഒരു ആണവശക്തിയായി മാറിക്കൂടാ എന്നൊരു ചോദ്യം കൂടി ഇടയ്ക്ക് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ഇത് പരിപൂർണമായി ഇറാൻ ഒരു ആണവശക്തി ആകില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഇതുതന്നെയാണ് അമേരിക്കയുടെ ഈ നിലപാടിന് കാരണം. അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതാകട്ടെ ഇസ്രായേലിനെയുമാണ്. ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം വലിയ തോതിൽ അലട്ടുന്നത് ഇസ്രായേലിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചകളോടും അനുകൂലമായി ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അമേരിക്കൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ ഈ നിമിഷം വരെ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നെതന്യാഹുവിൻ്റെ എല്ലാ പ്രസ്താവനകളും ഇറാനെതിരെ ഉള്ളതാണ്, ലെബനനെതിരെ ഉള്ളതാണ്, യമനെതിരെ ഉള്ളതാണ്. അത് കൃത്യമായി അവിടുത്തെ എതിരെയുള്ളതാണ്. ഹിസ്ബുള്ളക്കെതിരെയും ഹൂതികൾക്കെതിരെയും കൃത്യമായി പറഞ്ഞുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ കൃത്യമായി ഈ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് തിരികെ കയറാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അമേരിക്കയും എത്തുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ കച്ചവട കണ്ണുണ്ട്, കച്ചവട താല്പര്യങ്ങളുണ്ട്. അത് ഈ യുദ്ധോപകരണങ്ങളുടെ വിപണിയിലൂടെ ലഭിക്കുന്ന വലിയ വരുമാനം അമേരിക്കയിലേക്ക് എത്തും. മറ്റൊന്ന്, ഈ ഹോർമൂസിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതുവഴി ലഭിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക നേട്ടം, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ താല്പര്യമായി മാറുന്നുണ്ട്. അതൊക്കെ തന്നെ ഇറാൻ തിരിച്ചറിയുന്നത് കൊണ്ട് തിരിച്ചടി ഉണ്ടായാൽ അത് ഒരുപക്ഷെ നിരപരാധികളായ ആളുകളെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും. ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ആക്രമണമുണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. അത്തരമൊരു ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണിത്. ടോം. യെസ്, വ്യക്തമാണ്. ബി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, വലിയ ആശങ്കയിലാണ്. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടായാൽ കനത്ത നാശനഷ്ടം ഉണ്ടാകും, ആൾനാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ ഇന്ത്യ അപലപിച്ചിട്ടുമുണ്ട്. പാലക്കാട് പട്ടാമ്പിയിൽ മദ്യപിച്ച് കാറോടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. മരുദൂർ സ്വദേശി സിദ്ദിഖിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിൽ ഞായറാഴ്ച രാത്രി 7:15 അപകടമുണ്ടായത്. മരുദൂർ ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സിദ്ദിഖിൻ്റെ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ നെല്ലിക്കാട്ടിരി സ്വദേശി ഇബ്രാഹിമിനാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി എം വിഷ്ണു ചേർന്നു. വിഷ്ണു, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ അപകടമുണ്ടായത്. ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ഏത് രീതിയിലുള്ള നടപടിയാണ് ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്? ചെർപ്പളശ്ശേരി പാതയിൽ ശനിയാഴ്ച രാത്രി 7 മണിക്ക് ശേഷം 7:15 കൂടിയാണ് ഈ അപകടമുണ്ടായത്. അതായത് ചെർപ്പളശ്ശേരി മരുദൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ വരികയായിരുന്നു അബൂബക്കർ. അടുത്ത് തന്നെ കൂമ്പങ്കല്ല്, പട്ടാമ്പി ടൗണിനോട് ചേർന്നുള്ള കൂമ്പങ്കല്ല് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ കാർ എതിരെ വന്ന ഒരു യുവാവിന്റെ ബൈക്കിൽ ഇടിക്കുകയും ബൈക്ക് മറിയുകയും ചെയ്തു. ഈ കാർ നിയന്ത്രണം വിട്ടാണ് പോയി ഇടിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞില്ല. ഈ ഇടിച്ച് ഏറെ ദൂരം ബൈക്കിനെ നിരക്കിക്കൊണ്ട് പോയി. ഈ യുവാവിന് കാര്യമായി പരിക്കേറ്റു. ഈ അപകടത്തിൽ തുടയിലിന് പൊട്ടലടക്കമുള്ള ഗുരുതര പരിക്കാണ് ഈ നെല്ലിക്കാട്ട് സ്വദേശി ഇബ്രാഹിമിന്, ബൈക്ക് യാത്രക്കാരനായ ഇബ്രാഹിമിന് പറ്റിയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് പട്ടാമ്പി പോലീസ് കേസെടുക്കുന്നത്. ആദ്യം അപകട എന്ന നിലയിലാണ് കേസെടുത്തത്. തുടർന്ന് ഇയാളെ, ഈ അബൂബക്കർ സിദ്ദിഖ്, കാർ ഓടിച്ച അബൂബക്കർ സിദ്ദിഖിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോഴാണ് ഈ മദ്യത്തിന്റെ സാന്നിധ്യം രക്തത്തിൽ കണ്ടെത്തിയത്. തുടർന്നാണ് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടം വരുത്തി എന്നുള്ള നിലയ്ക്ക് വധശ്രമത്തിന് സമാനമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അബൂബക്കർ സിദ്ദിഖിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഈ പരിക്കേറ്റ ഇബ്രാഹിമിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ് വിഷ്ണു?
നിലവിൽ ഇബ്രാഹിം ആശുപത്രിയിൽ തുടരുകയാണ്. എല്ലിന് പൊട്ടൽ ഉള്ളതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയകൾ ആവശ്യമാണ്. പരിക്ക് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല, നടക്കാൻ കഴിയില്ല, കാലിന് എല്ല് പൊട്ടലുകൊണ്ട്. ശരീരത്തിൽ മുറിവുകളുണ്ട്. കാരണം ഈ കാർ ഇടിച്ച് റോഡിൽ വീണെ തുടങ്ങി കാറ് വന്ന് ഇടിച്ചത് വലത് കാലിന്റെ ഭാഗത്തായിട്ടാണ്. ബൈക്ക് ഓടിക്കുമ്പോൾ ആ ഭാഗത്താണ് വന്നത്. വലത് കാലിനാണ് പരിക്കുള്ളത്. തുടർന്ന് റോഡിലേക്ക് വീഴുകയും ഈ കാർ നിരക്കേന്റെ ഭാഗമായി ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. യെസ്, വ്യക്തമാണ്. എം വിഷ്ണുവാണ് പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഇബ്രാഹിം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് UDF ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. UDF പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ CPM പ്രവർത്തകർ ചില്ലുകുപ്പി എറിയുകയായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ച പ്രവർത്തകർ കുപ്പിയെറിഞ്ഞതോടെ പോലീസ് ഇടപെട്ടു. ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറിയ പോലീസ് പ്രവർത്തകരെ തല്ലിയെന്ന ആരോപണമുണ്ട്. പോലീസ് ഓഫീസ് കെട്ടിടത്തിനകത്തേക്ക് കയറാതിരിക്കാൻ NN കൃഷ്ണദാസ് ഓഫീസ് പടിക്കൽ നിലയുറപ്പിച്ചു. പോലീസിന്റെ ലാത്തിയടിയിൽ SFI പാലക്കാട് ഏരിയ സെക്രട്ടറി നിഖിലിന് പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. ഓന്ത് നിറം മാറിയതുപോലെയാണ് പോലീസുകാർ മാറിയത്. പാലക്കാട് DYSPയും നോർത്ത് CIയും UDF ആക്രമണത്തിന് മൗനാനുവാദം നൽകി. അകാരണമായാണ് പാർട്ടി ഓഫീസിൽ കയറി പ്രവർത്തകരെ പോലീസ് തല്ലിയതെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇവിടെ നൂറുകണക്കിന് പോലീസുകാരുണ്ടായിരുന്നു. ആ മാന്യത ഉള്ള ഒരു പോലീസുകാരാണെങ്കിൽ ആ പോലീസിൻ്റെ സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു 10 മിനിറ്റ് നിന്നോട്ടെ എന്നുള്ള ഒരു മനസ്സായിരുന്നു, നിലപാടായിരുന്നു അവിടെ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് നോർത്തിലൊരു പോലീസ് ഓഫീസറും അതുപോലെ പാലക്കാട് DYSP ആയിട്ട് വന്നിട്ടുള്ള ഒരാൾക്കും അതിനൊരു ചെറിയ താല്പര്യമുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടായി എന്നാണ് പൊതുവെ ഞാൻ പിന്നീട് വന്ന് കേട്ടറിഞ്ഞത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ മണിക്കൂറിനകം ഓന്തിൻ്റെ നിറം മാറും പോലെ പോലീസ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വീട്ടുജോലിക്കാരായി വീട്ടിൽ പണിക്കാരായി മാറുന്ന സ്ഥിതിവിശേഷം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ വന്നാൽ അത് ഗുണമാവില്ല, അത് നല്ലതുമല്ല. ഇവിടെ രാഷ്ട്രീയം നോക്കി ഞങ്ങളുടെ ആഫീസിനെ ആക്രമിക്കുമ്പോൾ അക്രമകാരികൾക്ക് സഹായകരമാകുന്ന ഒരു നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിലുണ്ടാകും. ആ നിലയിലേക്ക് പോലീസിൻ്റെ മനസ്സ് ഉണ്ടാവരുത്. അതാണ് ഒന്ന് ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയാൻ. എന്തായാലും പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഓന്ത് നിറം മാറിയതുപോലെയാണ് പോലീസുകാർ മാറിയതെന്നാണ് EN സുരേഷ് ബാബു പാലക്കാട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം പോലീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. നവകേരള യാത്രയിലടക്കം യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പോലീസാണ്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ഭരണം മാറിയെന്ന് കണ്ടപ്പോൾ പോലീസുകാർ CPM പ്രവർത്തകരെ മർദ്ദിക്കുന്നു, SFI പ്രവർത്തകരെ മർദ്ദിക്കുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥി വിജയാഘോഷം ഉണ്ടാകും ജയിച്ചു കഴിയുമ്പോൾ. പക്ഷെ അതിനു നേരെ CPMൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പ്രകോപനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും പ്രശ്നം പരിഹരിക്കാൻ, സംഘർഷം ഒഴിവാക്കാൻ പോലീസ് അവരുടെ ദൗത്യം നിർവഹിച്ചു, അവരുടെ ജോലി ചെയ്തു. പക്ഷെ അതിനെ ഈ രീതിയിലൊരു രാഷ്ട്രീയ വിവാദമാക്കുകയാണ് CPM. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത് അവിടെ? ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദ പ്രകടനം ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് മേപ്പറമ്പ് ജംഗ്ഷനിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് DJ വാഹനത്തിന് പിന്നിലായി രമേശ് പിഷാരടിയും VK ശ്രീകണ്ഠനും അടങ്ങിയ തുറന്ന വാഹനവും ഉണ്ടായിരുന്നു.
ആദ്യം DJ വാഹനം പോകുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകരും ഈ രമേശ് പിഷാരടിയും കൂടി പോകുന്നുണ്ടായിരുന്നത്. വിക്ടോറിയ കോളേജിന് സമീപമുള്ള CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തുമ്പോൾ DJ വാഹനം സ്ലോ ആവുകയും സ്ലോ ആയി എന്നാണ് CPMന്റെ ആളുകൾ പറയുന്നത്. സ്ലോ ആവുകയും അവിടെ നിന്ന് ആഹ്ലാദ പ്രകടനത്തിൽ കൊടിവീശുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് CPM ഓഫീസിന്റെ അകത്ത് നിന്ന് സോഡ കുപ്പി ബോട്ടിലുകൾ പുറത്തേക്ക് ഈ പ്രവർത്തകരുടെ ദേഹത്തേക്ക് എറിയുകയും ആ സോഡ ബോട്ടിൽ നേരെ DJ വാഹനം തട്ടി തെറിച്ച് ഈ പോലീസിന്റെ തലയിൽ വീഴുകയും പോലീസിന് പരിക്കേൽക്കുകയും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസുകാരനെ കൊണ്ടുപോകുന്നത് നമുക്കൊക്കെ ദൃശ്യത്തിൽ കാണാവുന്നതാണ്. അതിനുശേഷമാണ് പോലീസുകാരും ഈ യൂത്ത് കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകരും കൂടി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് അകത്തേക്ക് പോവുകയും പോലീസുകാർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി SFIയും DYFI പ്രവർത്തകരെയും കമ്മിറ്റി ഓഫീസിന്റെ ഉള്ളിൽ വെച്ച് ലാത്തി വീശുകയാണ് ഉണ്ടായിരുന്നത്. ലാത്തി വീശിന് ഇടയിൽ തന്നെ CPMന്റെ മുതിർന്ന നേതാവായ NM കൃഷ്ണദാസ് വന്ന് അത് തടയുന്നുണ്ടായിരുന്നു. ആ തടയുന്നത് മൂലം മാത്രമാണ് പോലീസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് അകത്ത് മുകളിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറി പോകാതിരുന്നത്. അതിൽ തന്നെ ഒരുപാട് പേർക്ക് SFIയുടെ ആളുകൾക്ക് നല്ലപോലെ പരിക്കും പറ്റിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, കണ്ടാൽ അറിയാവുന്ന ഒരു 20 പേർക്കോളം 20 SFI പ്രവർത്തകർക്കെതിരെയും കുറച്ച് UDF പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. EN സുരേഷ് ബാബു പറയുന്നത് പ്രകടനം തരുന്ന, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഏതാനും മണിക്കൂറുകൾക്കാണ് ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും ആക്രമിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാനാവില്ല. അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ഇതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനവും പാലക്കാട് നടക്കുന്നുണ്ട്. ടോം, യെസ്, അങ്ങനെ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, പാർട്ടി ഓഫീസിലേക്കാണ് പോലീസുകാർ കയറി ചെന്ന് ആക്രമണം നടത്തുന്നത്. NM കൃഷ്ണദാസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പോലീസിനെ. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ CPM പ്രവർത്തകർ തന്നെ പ്രകോപനം സൃഷ്ടിച്ചതല്ലേ? അവർ ഈ കോൺഗ്രസിൻ്റെ ഈ വിജയാഘോഷം നടക്കുന്ന ആ സംഘത്തിന് നേരെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ ആക്രമണം നടക്കുന്നു. പോലീസ് സ്വാഭാവികമായി അതിനെ പ്രതിരോധിക്കുക മാത്രമല്ലേ ഉണ്ടായത്? അതോ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, പാർട്ടി ഓഫീസിലേക്ക് കയറി ചെന്ന് പ്രവർത്തകരെ പിടികൂടുന്ന അല്ലെങ്കിൽ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉള്ളിൽ നിന്നാണ് സോഡ ബോട്ടിലുകൾ പുറത്തേക്ക് ഈ ആഹ്ലാദ പ്രകടനം നടക്കുന്നതിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് UDF പ്രവർത്തകർ തിരിച്ച് CPM ഓഫീസിന്റെ ഉള്ളിലേക്കും കല്ലെടുത്തെറിയുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഘർഷം കൂടുമ്പോഴാണ് ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസ് അകത്തേക്ക് കയറുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തത്. ടോം, യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നലെ പാലക്കാട് നടന്ന സംഭവം അത് ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത് കാര്യം വിശദമായി തന്നെ പരിശോധിക്കണം. പോലീസ് അവരുടെ ജോലി ചെയ്തതാണ്. കാരണം അവർ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ അത് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും പോലീസ് ഇടപെട്ടേ പറ്റൂ. പക്ഷേ പോലീസിന് നേരെ പോലും ആക്രമണം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഇടവേള. എന്തുകൊണ്ട് പാർട്ടി തോറ്റു? പാർട്ടി കോട്ടകളിലെ തിരിച്ചടി അതീവ ഗുരുതരമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കണ്ണൂരിലെയും കാസർകോട്ടെയും ഉറച്ച സീറ്റുകളിൽ പാർട്ടി കേഡർമാരുടെ വോട്ട് പോലും UDFിലേക്ക് പോയി എന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയോടും ഭരണത്തോടുമുള്ള എതിർപ്പിനൊപ്പം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള അമർഷവും തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് അഭിപ്രായം. MV ഗോവിന്ദനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്ന് CPIയിലും ആവശ്യമുയരുന്നു. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, 91 ശേഷമുള്ള CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തോൽവി, ഇത് പാർട്ടിയെ അണികൾ തന്നെ തിരുത്തി
എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതാണല്ലോ നമുക്ക് കണ്ണൂരിലെയും കാസർകോട്ടെയും പല സീറ്റുകളിലെയും ഫലം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും അധികം വിമർശനം ഉയരുന്നത്, അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായിക്കെതിരെയുള്ള വിധി എന്നതിനൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദിൻ്റെ നിലപാടുകൾ, ഭാര്യയെ മത്സരിപ്പിക്കുന്നത്, ഇതൊക്കെ വ്യാപകമായ രീതിയിൽ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്ത് പ്രത്യേകിച്ചും CPM നേതൃത്വത്തിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ, സ്വയം തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്ന് MV ഗോവിന്ദൻ തന്നെ നിലപാട് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും പാർട്ടി തെറ്റുതിരുത്തുക? ഇത് വരും ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ ചേരുമോ? മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും അടിത്തറ ഇളകിയില്ല എന്ന ഈ വോട്ട് ശതമാന കണക്കുകളൊക്കെ കാണിച്ച് CPM-നും CPI-ക്കും ഇടതുമുന്നണിക്ക് ഒന്നടങ്കം അവകാശപ്പെടാം. പക്ഷേ ശതമാന കണക്കുകളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പാർട്ടി കോട്ടകളിലുണ്ടായ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ധർമ്മടത്ത് പിണറായി വിജയൻ എന്ന CPM-ന്റെ ഏറ്റവും ശക്തനായ നേതാവ് ധർമ്മടം പോലെ CPM-ന്റെ ഉറച്ച കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ പോകുന്നു. അത് സംസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല. അവിടെ പ്രാദേശികമായി മാത്രം അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന് മുന്നിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പരാധീനതകളും പരിമിതികളും ഒക്കെ പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട നേതാവ് പോലും അവിടെ പ്രചരണത്തിന് UDF-ന് വേണ്ടി വന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെയാണ് പിണറായി വിജയൻ എന്ന ഏറ്റവും ശക്തനായ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരൊരാൾ കൂടിയായി അറിയപ്പെടുന്ന പിണറായി വിജയൻ CPM കോട്ടയിൽ പിന്നോട്ട് പോയത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു, 20,000 അടുത്ത് ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ 30,000 കഴിഞ്ഞ തവണത്തെ 1,00,000 ഭൂരിപക്ഷം പരിശോധിക്കുമ്പോൾ വീണ്ടും 30,000-ന്റെ കുറവുണ്ട് പിണറായിക്ക് തന്നെ. തളിപ്പറമ്പ് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. സംസ്ഥാന സെക്രട്ടറി നിലവിൽ MLA ആയിരുന്ന മണ്ഡലമാണ്. പരമ്പരാഗതമായി CPM എപ്പോഴും ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ഒരു എതിർ കൊടുങ്കാറ്റുകളിലും ഇളകാത്ത അത്ര ശക്തമായ കോട്ടയാണ്. അവിടെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ PK ശ്യാമള പാർട്ടി വിമതനു മുന്നിൽ, അതും ദിവസങ്ങൾക്ക് മുമ്പ് വരെ CPM-ന്റെ കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരു നേതാവിന് മുന്നിൽ അടിയറവ് പറഞ്ഞത്, അതും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥം വന്നതുകൊണ്ട് തന്നെയാണ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി ഗോവിന്ദൻ വരാനും കാരണം. അങ്ങനെ ഈ 2 മണ്ഡലങ്ങൾ, പയ്യന്നൂർ CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, ഒരിക്കലും തോറ്റിട്ടില്ലാത്ത പയ്യന്നൂർ എന്ന മണ്ഡലം, അവിടെ 1,00,000 ഭൂരിപക്ഷത്തിലാണ് TI മധുസൂദൻ കഴിഞ്ഞ തവണ 2021 ജയിച്ചു കയറിയത്. രക്തസാക്ഷി ഫണ്ട് ആരോപണം ഉയർന്ന നാട്, രക്തസാക്ഷികളുടെ നാട്, അവിടെയും CPM അടിമതറിയിരിക്കുന്നു. ആ സീറ്റും ഒരു വിമതനും ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിരുന്ന കുഞ്ഞികൃഷ്ണന് മുന്നിൽ CPM-ന് അടിയറ പറയേണ്ടി വരുന്നു. അതും വിമത സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചു വരുന്നു. ഇനിയുമുണ്ട് കണക്കുകൾ. തൃക്കരിപ്പൂരിൽ മലപ്പുറത്തു നിന്ന് വന്ന സന്ദീപ് വാര്യർ, BJP നേതാവ്, പിന്നീട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ അവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറി അംഗത്തെ VP മുസ്തഫയെ അട്ടിമറിച്ച് തൃക്കരിപ്പൂർ പോലൊരു മണ്ഡലത്തിൽ ജയിച്ചു വരുന്നു. എതിർ കൊടുങ്കാറ്റിലും ഏത് തരംഗത്തിലും നഷ്ടപ്പെടില്ലെന്ന് CPM കരുതിയിരുന്ന മണ്ഡലമാണ് ഉദുമ. പ്രത്യേകിച്ച് CH കുഞ്ഞമ്പൂൻ്റെ സാന്നിധ്യം, ജനകീയനായ നേതാവ്, അവിടെ CPM പരാജയപ്പെടുന്നു. അങ്ങനെ കണ്ണൂരും കാസർഗോഡും മാത്രം നോക്കിയാൽ അങ്ങനെ മലപ്പുറത്ത് ഒന്നുമല്ലാതെയായി തീരുന്നു. ആലപ്പുഴ CPM-ന്റെ വിപ്ലവ മണ്ണാണ്, VS-ന്റെ നാടാണ്, P കൃഷ്ണപിള്ളയുടെ നാടാണ്. അവിടെ സംഭവിച്ചത് കൂടി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ G സുധാകരൻ വിമത സ്ഥാനാർത്ഥം ഉയർത്തി വിമത ശബ്ദമുയർത്തി പുറത്തു പോകുന്നു, സ്ഥാനാർത്ഥിയാകുന്നു, ജയിച്ചു വരുന്നു. സുധാകരൻ മാത്രമല്ല, സുധാകരനെ വെല്ലുവിളിച്ച സലാമും അതുപോലെ തന്നെ പ്രതിഭയും ഒക്കെ പരാജയപ്പെടുന്നു. PP ചിത്രഞ്ജനും ഒക്കെ പരാജയപ്പെടുന്നു. അവിടെയും വലിയ തിരിച്ചടി CPM-ന് ഉണ്ടാകുന്നു. കൊല്ലം സംഘടനാപരമായ ഏറ്റവും ശക്തമായ കേന്ദ്രം, CPM-ന് അടിയുറച്ച കോട്ടകൾ നിരവധിയുള്ള ജില്ല, അവിടെ വലിയ തിരിച്ചടി CPM-ന് ഉണ്ടാകുന്നു. അങ്ങനെ പാർട്ടി കോട്ടകൾ തകർന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉണ്ടായത്. അവിടെയാണ് എന്താണ് പരാജയ കാരണം? പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട്, ഭരണത്തിനെതിരെയുള്ള വിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയനും മറ്റ് ഭരണത്തിലിരിക്കുന്നവരുടെ ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ, വികാരങ്ങളുണ്ട്. അതിനുമപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയതിലൂടെ അവിടെ ഉണ്ടായ വിഷയമുണ്ട്. മട്ടന്നൂരിൽ KK ശൈലജയെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് പേരാവൂർ കൊണ്ടുനിർത്തി പരാജയപ്പെടുത്തിയുള്ള കടുത്ത അമർശമുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ എല്ലാം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം മട്ടന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയതാണ് ശൈലജ ടീച്ചർ. പക്ഷേ ഈ മട്ടന്നൂരിൽ നിന്നും പേരാവൂർ പിടിച്ചെടുക്കാനെന്ന രീതിയിൽ
പേരാവൂരിലേക്ക് ശൈല ടീച്ചറെ മാറ്റിയത് കൃത്യമായും അവരുടെ രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയ ഭാവി തന്നെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരുന്നോ എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. നമുക്കറിയാം വടകരയിൽ എന്താണ് സംഭവിച്ചതെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ടീച്ചറെ ഇറക്കുന്നു, അവിടെ ദയനീയമായ തോൽവി. ഇത്തവണ പേരാവൂരിൽ ശൈല ടീച്ചർക്ക് പേരാവൂരിൽ മത്സരിപ്പിക്കുക, അതായത് KPCC അധ്യക്ഷൻ്റെ മണ്ഡലമാണ്, പ്രത്യേകിച്ചും UDF വലിയ ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. അവിടെ ശൈല ടീച്ചറെ പോലെ ഒരാളെ ഇറക്കിയാൽ പോലും വിജയിക്കാൻ സാധിക്കില്ലെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. സ്വാഭാവികം അണികൾക്കിടയിൽ ഈ വിഷയം ഉൾപ്പെടെ, പ്രത്യേകിച്ചും കണ്ണൂരിൽ ഈ ശൈല ടീച്ചറെ മണ്ഡലം മാറ്റിയതടക്കം പ്രതിഫലിച്ചിട്ടുണ്ടാകുമോ? അതോടൊപ്പം നമുക്കറിയാം ഈ തളിപ്പറമ്പിലും അതോടൊപ്പം പയ്യന്നൂരിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന്. കാരണം വിമതരുടെ വിജയം ഇതൊക്കെ ഈ ടീച്ചറെ മണ്ഡലം മാറ്റിയതടക്കം ഈ കണ്ണൂരിൽ പ്രതിഫലിക്കാനുള്ള, അണികൾക്കിടയിൽ ആ രീതിയിലൊരു വികാരം പ്രതിഫലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് മട്ടന്നൂരിലാണ്. മട്ടന്നൂരിൽ CPM ഇതുപോലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം CPM ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. അവിടെയാണ് ചന്ദ്രൻ തില്ലങ്കേരി എന്ന UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി പല തവണ ലീഡ് പിടിച്ചത്. CPMൻ്റെ യുവജന നേതാവ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് മത്സരിച്ചത്. പക്ഷേ സനോജിൻ്റെ ഭൂരിപക്ഷം മട്ടന്നൂരിൽ ശൈലജയൊക്കെ നേടിയ ഭൂരിപക്ഷവും താരതമ്യം ചെയ്യുമ്പോൾ തുലവും കുറവാണ്. അവിടെ വോട്ടുകൾ പോയിട്ടുണ്ട്. അവിടെയും പോയത് പാർട്ടി വോട്ടാണ്, കേഡർ വോട്ടാണ്. ഒരുപക്ഷെ പ്രാദേശിക നേതാക്കളുടെ വോട്ട് പോലും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥികളിലേക്ക് പോയി എന്നത് അവിടെ നേതാക്കൾ തുറന്ന് സമ്മതിക്കുകയാണ്. ശൈലജയെ പേരാവൂർ പിടിച്ചെടുക്കാനെന്ന പേരിൽ അവിടേക്ക് ആട്ടിപ്പായിക്കുകയായിരുന്നു എന്ന വികാരം അവിടെ ശക്തമാണ്. അതും അവിടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വലിയ കാരണമായിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായിയുടെ വോട്ട് കുറയാൻ കാരണങ്ങളിൽ ഒന്ന് ഈ ശൈലജ ഫാക്ടറാകാം, MV ഗോവിന്ദൻ്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥമാകാം. ഈ ശൈലജയും അതുപോലെ മറ്റ് വനിതാ നേതാക്കളെയും അവിടെ ഒതുക്കുന്നത് തന്നെ PK ശ്യാമളയെ, ഗോവിന്ദൻ്റെ ഭാര്യയെ ഒരു സർക്കാർ വന്നാൽ മന്ത്രിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന വികാരം അവിടെ ശക്തമാണ്. അതുകൊണ്ടാണ് PP ദിവ്യക്കെതിരെ നേരത്തെ ഒരു വലിയ ആരോപണമൊക്കെ വരുമ്പോൾ അവരെ നടപടിയെടുത്ത് മാറ്റി നിർത്തി വീണ്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ നിന്ന് പോലും അവരെ പുറത്താക്കിയതിന് കാരണം അവിടെ ഇനി ഒരു വനിതാ നേതാവ് ഉയർന്നു വരികയാണെങ്കിൽ PK ശ്രീമതിക്കും KK ശൈലജയ്ക്കും ശേഷം അവിടെ നേതാവ് വരികയാണെങ്കിൽ അത് PK ശ്യാമള ആകണമെന്ന ചിലരുടെ നിർബന്ധ ബുദ്ധിയാണ്. അതിൻ്റെ പേരിലാണ് മറ്റു നേതാക്കളെ നേതാക്കളോട് ഒതുക്കിയതെന്ന ആരോപണവും വിമർശനവും ഒക്കെ അവിടെ ശക്തമാണ്. നാളെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. പിന്നീട് സംസ്ഥാന സമിതി ചേരും. ജില്ലകളിൽ സെക്രട്ടേറിയറ്റുകളും ജില്ലാ കമ്മിറ്റികളും ചേരും. വലിയൊരു കലാപ സമാനമായ സാഹചര്യം കണ്ണൂരിലുണ്ട്. പാർട്ടി നേതൃത്വം തിരുത്താൻ അണികൾ വോട്ടിലൂടെ തീരുമാനിച്ചു. അവിടെ കൊണ്ട് അവസാനിക്കില്ല. കമ്മിറ്റികളിൽ വലിയ വിമർശനമുണ്ടാകും, നടപടി ആവശ്യങ്ങളുണ്ടാകും. ഇന്ന് P. ജയരാജൻ സംസ്ഥാന സമിതി അംഗമൊക്കെ തിരുത്തിയേ മുന്നോട്ട് പോകാനാകൂ, അല്ലാതെ പോകാൻ കഴിയുന്ന മുന്നറിയിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിക്കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, ജനകീയ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു പിണറായി വിജയൻ ഇനിയും ഉണ്ടാകാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും ഉണ്ടാകാം, പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ പോലെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടാകില്ല, അത് എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിനീഷിൻ്റെ ഒളിയമ്പ് വളരെ കൃത്യമായി അത് MV ഗോവിന്ദനിൽ തറയ്ക്കുന്നതാണ്. പോരാളി ഷാജി എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് പോലും, CPMൻ്റെ സൈബർ പോരാളി പോലും വിജയത്തിൻ്റെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് MV ഗോവിന്ദനെയും PK ശ്യാമളയുടെയും ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടു. അങ്ങനെ നിരവധി ആളുകൾ MV ഗോവിന്ദനും മുഖ്യമന്ത്രിക്കുമൊക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വരികയാണത് ഒരുപക്ഷെ സംസ്ഥാന നേതൃയോഗങ്ങളിലും ജില്ലാ നേതൃയോഗങ്ങളിലും ഒക്കെ പ്രതിഫലിക്കും. CPMൽ ഇപ്പോഴത്തെ അധികാര ശ്രേണിയുടെ ഒരു അഴിച്ചുപണിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ അതിടയാക്കും. ഏറ്റവും ഒരു കാര്യമുള്ളത്, ഈ പ്രശ്നങ്ങൾ CPMൽ മാത്രമല്ല CPIയിലുമുണ്ട്. 17 സീറ്റ് ഉണ്ടായിരുന്ന CPI 8 ചുരുങ്ങി. ആ ചുരുങ്ങിയതിന് കാരണം സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റായ ഇടപെടലാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തെറ്റായ നീക്കങ്ങളാണെന്ന വിമർശനം ശക്തമാണ്. നാളെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. അടൂരിൽ നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് അത് പരിഗണിക്കാതെ ഒരു വനിത കൂടി വേണമെന്ന നിലപാടുമായി എടുത്തുകൊണ്ട് ബിനോയ് വിശ്വം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അവിടെ വലിയ പരാജയമുണ്ടായി. GS ജയലാൽ എന്ന ഒരു 3 തവണ ജയിച്ച ആളാണ്. അവിടെ ഈ മാനദണ്ഡത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി അവിടെ BJP അധികാരം പിടിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മാനദണ്ഡം വിജയിച്ചു എന്നാൽ പാർട്ടി തോറ്റു എന്ന ഒരു പരിഹാസം പല നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. നാദാപുരത്ത് CN ചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാവ്, അവിടുത്തെ കോഴിക്കോട്ടെ മുൻ ജില്ലാ സെക്രട്ടറി ഗവാസിനെ പോലുള്ള പേരുകൾ ഉണ്ടായിട്ടും അവിടെ വസന്തത്തെ പരിഗണിച്ചു. അത് വലിയ തിരിച്ചടിയിലേക്ക് പോയി. CPM പോലും അവിടെ ആ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അവിടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. പീരുമേട് അത്തരത്തിൽ ജയിക്കാവുന്ന സീറ്റ് കളഞ്ഞു കുളിച്ചു എന്ന വിമർശനം പീരുമേടുണ്ട്. അങ്ങനെ 4 or 5 സീറ്റെങ്കിലും വളരെ അനായാസം ജയിക്കാമായിരുന്നത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു. ബിനോയ് വിശ്വം മാറണമെന്ന്
വേണമെന്ന ആവശ്യവും ശക്തമായ ഒരുപക്ഷെ നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങൾ ഉയർന്നു വന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാരുടെ നില അത്ര ശുഭമല്ല. അവർ രണ്ടുപേരും പരിങ്ങലിലാണ്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറിമാരെ ഒരു സമ്മേളന കാലയളവിൽ മാറ്റാറില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ലും CPI-ലും വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ അണികളും അതോടൊപ്പം മറ്റ് താഴേക്കിടയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്നു. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. CPM-ഉം CPI-യും RJD-യും ഒഴിച്ചു നിർത്തിയാൽ ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികളെല്ലാം സമ്പൂജിതരാകുന്ന അവസ്ഥ, അതായത് ഒരാൾ പോലും ജയിക്കാത്ത സാഹചര്യം. 12 സീറ്റിൽ മത്സരിച്ച മാണി ഗ്രൂപ്പ് ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത സാഹചര്യം. അത്രയ്ക്കും വലിയ തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായത്. ഇടുക്കി പൂപ്പാറയിൽ വില്ലേജ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ തർക്കം. പന്നിയാർ പുഴയോരത്ത് വീടുകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോഴായിരുന്നു തർക്കം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമായാണ് സ്ഥലത്തെത്തിയത്. തുടർ ചർച്ചകൾക്ക് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് പിന്നീട് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് സംഘർഷാവസ്ഥ ഒഴിവായത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് അവിടെ കോടതി ഉത്തരവിനെ തുടർന്നാണ് നിരവധി കുടുംബങ്ങൾ കുടിയിറക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്, അതായത് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ ആദ്യ നടപടിയായി വൈദ്യുതി വിച്ഛേദിക്കാനെത്തുന്നു. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? ഇപ്പം തീർച്ചയായും പൂപ്പാറയിലെ നിലവിലെ സാഹചര്യങ്ങൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് നടത്തുന്നത്. ഇതിനായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുൻപ് പൂപ്പാറ ടൗണിലെ പന്നിയാർ പുഴയോട് ചേർന്നുള്ള നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുന്നതിനും പൊളിച്ചു നീക്കുന്നതിനുമായി നടപടികൾ ആരംഭിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി ആരംഭിച്ചത്. അന്ന് ഇവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുകയും തുടർന്ന് ഈ പൂപ്പാറ ടൗണിലെ പന്നിയാർ പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന 88 വ്യാപാര സ്ഥാപനങ്ങൾ, അതായത് 88 വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവിടെയുള്ള നാട്ടുകാരോട്, അതായത് താമസക്കാരോട് താൽക്കാലികമായി തുറന്നോടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 29 കുടുംബങ്ങളാണ് ഇവിടെ തുടർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അവർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി വളരെ വേഗം തന്നെ ഒഴിയണമെന്ന ആവശ്യം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ KSEB ഉദ്യോഗസ്ഥരും എത്തി ഇവിടെയുള്ള വൈദ്യുതി വിച്ഛേദിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. എങ്കിലും താൽക്കാലികമായി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് 3 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാനൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് നാട്ടുകാർ അറിയിക്കുന്നത്. എന്തായാലും നിലവിലെ ചർച്ചകൾക്കൊടുവിൽ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എങ്കിലും ഈ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ്, കൂലിവേലക്കാരാണ്, സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ്. അവർ എവിടേക്ക് പോകും എന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നു. ഒപ്പം 2 വർഷം മുൻപ് ഇവിടുത്തെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ ഒഴിച്ചപ്പോൾ എന്തായാലും കോടതി ഉത്തരവ് നടപ്പാക്കിയേ മതിയാകൂ. കാരണം പോലീസ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സംഘർഷമുണ്ടാകാം. എന്താണ് ആ വീട്ടുകാരുടെ നിലപാടെന്താണ്? അവരിറങ്ങിക്കൊടുക്കാൻ തയ്യാറാകുമോ? അതല്ലെങ്കിൽ അവർക്കൊരു പുനരധിവാസം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനില്ലേ? ആ രീതിയിലുള്ള നടപടികളോ ചർച്ചകളോ നടക്കുന്നുണ്ടോ? തീർച്ചയായും അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അതായത് പകരം സംവിധാനം ഒരുക്കാതെ ഇവിടുന്ന് ഇറങ്ങില്ല എന്ന നിലപാടിലാണ് വീട്ടുകാർ. പ്രത്യേകിച്ചും ഇവരെ മിക്കവരും സ്വന്തമായി വീടില്ലാത്തവരാണ്. അതേസമയം 2 വർഷം മുൻപ് ഈ കടകൾ ഒഴിപ്പിച്ച സമയത്ത് ശാന്തൻപാറ പഞ്ചായത്തിൽ പൂപ്പാറ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ച വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ ഒരു പ്രാരംഭഘട്ട നടപടികൾ പോലും ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അതിനുള്ള പ്രാരംഭ ജോലികൾ പോലും ആരംഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ, താമസക്കാരെ, വീട്ടുകാരെ കൂടി ഒഴിപ്പിക്കുന്ന നടപടി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ പകരം സംവിധാനം ഒരുക്കാതെ ഇവരൊന്നും ഇറങ്ങിപ്പോകില്ല, അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് ഈ നാട്ടുകാർ അറിയിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കൊല്ലം പുനലൂരിൽ ട്രെയിനിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച് 25 ലക്ഷം രൂപ റെയിൽവേ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്വദേശി ആനന്ദ് ലക്ഷ്മണനെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെ പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപിന്റെ നേതൃത്വത്തിൽ കൊല്ലം ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജിലേക്ക് പോകും മുമ്പ്
ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ബഹുമാനപ്പെട്ട റെയിൽവേ SP നിർദ്ദേശപ്രകാരം സർപ്രൈസ് ചെക്കുകൾ ഞങ്ങൾ നടത്തി വരികയായിരുന്നു. അതിന്റെ ഭാഗമായി നിരവധി കഞ്ചാവ് കേസ് അടക്കമുള്ള കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ നടത്തിയ സർപ്രൈസ് ചെക്കിങ്ങിൽ പുത്തൂർ സ്വദേശിയായ ഒരാളുടെ കയ്യിൽ, പേര് ആനന്ദ് എന്നാണ്, അയാളുടെ കയ്യിൽ 25 ലക്ഷം രൂപ ബ്ലാക്ക് മണി നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പുല്ലൂർ റെയിൽവേ പോലീസിന്റെ കർശനമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടായിരിക്കുന്നു. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നു. മനോജ്, ഇയാൾ എവിടെ നിന്നാണ് ഈ കൊല്ലത്തേക്ക് ഈ പണം എത്തിച്ചത്? ആർക്കു വേണ്ടിയാണ് എത്തിച്ചതെന്ന് വിവരമുണ്ടോ? പുലർച്ചെ പുനലൂരിലെത്തുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം ട്രെയിനിൽ നിന്നുമാണ് പരിശോധനയിൽ ബാഗിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിൽ 25 ലക്ഷം രൂപ റെയിൽവേ പോലീസ് കണ്ടെടുക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരിക്കര പുത്തൂർ സ്വദേശിയായ ആനന്ദിനെ പുല്ലൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുമാണ് പണം കൊല്ലത്തേക്ക് എത്തിയത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു അറിയുന്നതേ ഉള്ളൂ. മുൻപും ഇത്തരത്തിൽ നിരവധി തവണ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ട്രെയിനിൽ നിന്നും ഇതുപോലെ പണം പിടിച്ചെടുത്ത പണം രേഖകളില്ലാത്തതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ട്രഷറിയിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോഴൊന്നും ഈ പണത്തിന്റെ ഉറവിടവും എവിടേക്ക് എത്തിയത് എന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതും അത്തരത്തിൽ നീങ്ങും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി ചോദ്യം ചെയ്യൽ തുടരുകയാണ്, അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും എന്നൊക്കെ നിലയിൽ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള ചരിത്രമനുസരിച്ച് പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ആര്യങ്കാവ് വഴി കടന്ന ട്രെയിനിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസമായതുകൊണ്ട് പരിശോധന കാണാൻ സാധ്യത ഇല്ല എന്ന് കണക്കുകൂട്ടിയാകും ഇത്തരത്തിൽ പണക്കടത്ത് സംഘം പണവുമായി എത്തിയത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും പുനലൂരിൽ തെന്മലയിൽ നിന്നും ട്രെയിനിൽ എത്തിയ പോലീസ് സംഘം ഓരോ കമ്പാർട്ട്മെന്റിലും പരിശോധന നടത്തുന്നിടയിൽ അസ്വാഭാവികമായി ഒരാളെ ശ്രദ്ധയിൽപ്പെടുകയും ബാഗ് കണ്ടെത്തുകയും ചെയ്തു. നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബാഗ് പണമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പോലീസ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയുമാണ്. പണം കൃത്യമായി പരിശോധിച്ചു. കള്ളനോട്ടാണോ അതോ ബ്ലാക്ക് മണിയാണോ എന്നുള്ളൊരു പരിശോധന നടത്തി കള്ളനോട്ട് അല്ല എന്ന് സ്ഥിരീകരിക്കുകയും ബ്ലാക്ക് മണിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ മൂല്യനിർണ്ണയം നടത്തി ട്രഷറിയിൽ എത്തുന്ന നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് മെയ് 15-നകം മറുപടി നൽകണം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, കീഴ്ക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഹൈക്കോടതിയെ പ്രതി MK റാം സമീപിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസിന്റെ നിലപാട് എന്താണ്? ടോം, കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിലാണ് ഹൈക്കോടതി അതായത് ഇയാളുടെ പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് അതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് പോലീസിനോട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മെയ് 15-നകം പോലീസ് മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് മരണം. അതേസമയം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതേസമയം റാം പോലീസിന് മുന്നിൽ കീഴടങ്ങാത്തതിലും പോലീസ് ഈ റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതിലും വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ നൽകിയിരുന്ന പരാതിയിൽ പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ 15 ദിവസത്തിനകം നൽകണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് മാത്രമല്ല 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി സമർപ്പിക്കണമെന്നും DGP ഉത്തരവിട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തെന്നുള്ള വിമർശനം രൂക്ഷമായിരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക്
മാറുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായത്. എന്തായാലും ഈ റാം തനിക്ക് നിതിനോട് പ്രത്യേകിച്ച് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. ഈ ലോൺ ആപ്പുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് ഒരു ബന്ധവുമില്ല, താൻ അതിൽ ഇടപെട്ടിട്ടുമില്ല എന്ന് തന്നെയാണ് ജാമ്യാപേക്ഷയിൽ റാം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്തായാലും ഇത് ഒരു സ്വാഭാവിക പ്രൊസീജിയറാണ്. ഈ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും കോടതി. മെയ് 15 ഈ മാസം 15 പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ടോം. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിതിൻ രാജിന് നീതി കിട്ടണം. കേരളം ഒന്നടങ്കം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഡോക്ടറാകണമെന്ന ആഗ്രഹത്തോടു കൂടി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ പഠിക്കാൻ പോയതാണ് ആ ചെറുപ്പക്കാരൻ. കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അധ്യാപകരുടെ ചൂഷണം, അതേ തുടർന്ന് ആ ചെറുപ്പക്കാരൻ ജീവനൊടുക്കുന്നു. കേസിലെ പ്രതിയായിട്ടുള്ള MK റാം ഒളിവിൽ പോകുന്ന സാഹചര്യം. MK റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബവും സഹപാഠികളും ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ കോളേജിൽ പഠിക്കാൻ ചെന്ന നാൾ മുതൽ ജാതീയമായ അധിക്ഷേപം, മറ്റു പല രീതിയിലുള്ള അധിക്ഷേപം ഉണ്ടാകുന്നു. അതിനിടെ പക്ഷേ പോലീസ് ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണം മറ്റു പല കഥകളും പോലീസ് പറയുന്നുണ്ട്. ഈ ലോൺ ആപ്പുകളുടെ ഭീഷണിയും മറ്റുമൊക്കെയാണെന്ന്. പക്ഷേ അവിടെ വ്യക്തമായി വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട്, അതോടൊപ്പം അവിടെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഏത് രീതിയിലാണ് പരസ്യമായി നിതിൻ രാജ് വിചാരണ ചെയ്യപ്പെട്ടതെന്ന്. കോടതി ഇതടക്കം പരിശോധിക്കും. പോലീസിൻ്റെ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമായിരിക്കും ഡോക്ടർ MK റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.